ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും പറയും രാവിലെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാന്ന്. അറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മുടെ ഇപ്പം എൻ്റെ ചാനൽ ഇപ്പോൾ എഴുതിയെടുത്ത അവരുടെ പേര് എഴുതിയെടുത്ത പ്രീത ഷൈമ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാവരും കൂടെ പറ്റിക്കുകയാണ്, അവരറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല സംഭവം എന്ന്. അപ്പം ഇന്നലെ ഒരു ഫോട്ടോ എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ ഇട്ടു. എല്ലാവരും അത് ഫേക്കാണ്, ആണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അത് അങ്ങനെ പലരും പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ സത്യമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ ഫോട്ടോ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും അതിനൊരു തീരുമാനമായിട്ടേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരികയുള്ളൂ. ഇവിടുന്ന് ഞങ്ങൾക്ക് പോവാണ്. അടുത്ത ആഴ്ച മിക്കവാറും പോകും. അപ്പോൾ ഇവിടെ ഒരിടത്തും വന്നിട്ട് പെറ്റ് അലൗഡല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു വീട് കിട്ടിയിട്ടുണ്ട്. പെറ്റ് അലൗഡാണെന്ന് അവർ പറയുന്നു. ചെല്ലുമ്പോൾ എത്രത്തോളം അറിയില്ല എങ്ങനെ കാര്യങ്ങളെന്നൊന്നും. അപ്പം ഞാൻ അന്നേ പറഞ്ഞ ഒരു കൊച്ചു വീട് താഴത്തെ ഫ്ലോറിൽ ഇതാണ്, ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ലൂക്കായെ വളർത്തുകയോ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ലൂക്ക അത്ര ട്രെയിനഡ് അല്ലല്ലോ. വെച്ചാൽ നമ്മളിവിടെ പെരയെ തുറന്നിടും, അവന് ആവശ്യമുള്ളപ്പോൾ അവൻ പറമ്പിലിറങ്ങിപ്പോയി കാര്യങ്ങൾ സാധിച്ചിട്ട് കയറി വരും. അല്ലാതെ ഞാൻ ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടല്ല അവനിങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അപ്പം ചില ഡോഗുണ്ട്, അത് ട്രെയിനിങ് ആണ്. അപ്പിയിടാനൊക്കെ ആ സമയമാകുമ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മുടെ ലൂക്ക അങ്ങനെയല്ല, ലൂബി അങ്ങനെയല്ലായിരുന്നു. അവന് തോന്നുന്നതെല്ലാം അങ്ങ് ചെയ്യും. അപ്പം എത്രത്തോളം ഇനി ശരിയാവുന്ന നടത്തില്ല. അതിൽ എഗ്രിമെൻ്റ് എഴുതി 1 വർഷത്തേനാണ് എഴുതുക. അതിനുശേഷം വേറെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് മാറണം. മോനവിടെ പഠിക്കുവാണ്ട് അവൻ്റേതായ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയൊക്കെ പാടാണ്. അതുപോലെ എൻ്റെ ഇളയ മോനെ ജർമ്മൻ പാസ്സായി. ഇനി അവൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതിനും അവിടെ നിന്ന് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതാണ് വിഷയങ്ങൾ. അപ്പം അയ്യോ, ലൂക്ക കാണിച്ചൊരു പരിപാടി നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കാവേ. അതുകൂടെ കാണിച്ചാൽ അവന് ചൂടെടുത്തിട്ട് അവൻ ഫ്രിഡ്ജ് തുറന്നിട്ട് കിടക്കുന്ന പരിപാടി കാണിക്കാവേ. നിങ്ങൾക്ക് എന്നെക്കാട്ടി ഇഷ്ടം ലൂക്കാച്ചനെ കാണുന്നില്ല, അതൊന്ന് കണ്ടു നോക്കേ. ഇത് തന്നെ പോലെ ഈ പരിപാടി ചെയ്ത് ഫ്രിഡ്ജ് എനിക്കൊന്നും വേണ്ട, വെള്ളം എടുക്കണ്ട. അവനെ കള്ളം കണ്ടോ, ഫ്രിഡ്ജ് തുറന്നിട്ട് അവനെ കിടക്കും അകത്തോട്ട്. ചൂടെടുക്കും തോന്നുന്നു കുഞ്ഞിനെ. എന്തോ പരിപാടിയാണ് കാണിക്കുന്നത്? കണ്ടില്ല അവൻ്റെ പരിപാടി. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാവേ. അതിൻ്റെ ഇടയ്ക്ക് ലൂക്കാച്ചനെ ഞാൻ കണ്ടില്ല. നോക്കിയപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് അവിടെ കിടക്കുന്നത് നിങ്ങളെ കാണിച്ചെന്നുള്ളേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ മുണ്ടത്താനം ലൂക്കാച്ചൻ എന്നൊരു ചാനൽ തുടങ്ങിയത് നമ്മുടെ ലൂക്കാച്ചൻ കൂടാണ്. അപ്പോൾ സത്യസന്ധമായി ചെയ്തൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പ്രേക്ഷകർ വന്നതും ഇത്രയും ഏണിങ്സ് ചെയ്യാൻ പറ്റിയതും. എല്ലാവരും എന്നെ ഒരു ബാഡ് കമൻറ്റ് പോലും എൻ്റെ വീഡിയോയിൽ ഇന്ന് വരെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പം വരുന്ന കമൻറ്റുകളെല്ലാം ഭയങ്കരമായിട്ട് ബാഡ് കമൻറ്റുകളാണ്. ലൂബിച്ചൻ വന്നതിന് ശേഷം ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ലൂബിച്ചിന്. എനിക്ക് അതിലവരെ ഇഷ്ടം. എല്ലാവരും പറഞ്ഞ് ലൂബിച്ചിനെ ആ മുക്കിലും മൂലയിലും ഒക്കെ കാണിക്കാറുള്ളൂ. അങ്ങനെയൊന്നും അല്ല, അവനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഇമോഷനായിട്ട് നമ്മൾ ചിലപ്പം സങ്കടം വരുമ്പോൾ കരഞ്ഞു പോകും. അപ്പം ആരെങ്കിലുമൊക്കെ ഇത് കാണാറുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ചെവി കൊടുക്കും. അപ്പോൾ ഇവർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. കരഞ്ഞു വിളിച്ചു വീഡിയോ എടുത്തു. പണ്ട് ഞാൻ ആദ്യം ലൂക്കാച്ചൻ്റെ വീഡിയോ എടുക്കുമ്പോഴേ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടെന്ന് വിലക്കിയതാണ്. പക്ഷെ അതിനൊക്കെ മറികടന്ന് ഇവനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഞാൻ ആ സന്തോഷം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ഇടുമായിരുന്നു. വീഡിയോ എടുത്തത് എനിക്ക് ഉണ്ടാക്കി തന്നതും മോനാണ്. അപ്പം വീഡിയോ ഇടേണ്ട താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ ലൂക്കാച്ചിനെ കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. നിങ്ങൾക്കറിയാമല്ലോ, പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ ആരും കാണാതെ മുറിയിൽ കയറി പാത്തിരുന്നപ്പോഴത്തേക്ക് സംസാരിച്ചാണ് ഓരോ വീഡിയോകൾ ഞാൻ ഇടുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് എല്ലാവരുടെയും മുമ്പ് വെച്ച് വീഡിയോ ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ചെയ്യും. ഷോർട്സൊക്കെ ഇടും, പക്ഷേ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ച് വീഡിയോ ഇടാൻ എനിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട്. ഇവിടെ ആരും ഇല്ലാത്ത സമയത്താണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൂബിച്ചനെ നോക്കി കാര്യങ്ങൾ വെച്ചപ്പോൾ മോൻ പോകുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് നമുക്ക് ബാംഗ്ലൂർ പോകാം. അപ്പോൾ ആദ്യമേ ലൂബിച്ചിനെ അങ്ങോട്ടേക്ക് എത്തിക്കാം, അതിനുശേഷം നമുക്ക് ലൂക്കായെ കൊണ്ടുപോകാം എന്നൊക്കെയുള്ള കണ്ടീഷനിൽ ഇവരിവിടുന്ന് ലൂബിച്ചിനെ കാറേ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ലൂബിച്ചൻ സുരക്ഷിതമായിട്ട് ഒരിടത്തുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഇനി അത് കണ്ണിന് കാണാതെ എൻ്റെ കൺമുമ്പിൽ അവൻ്റെ വീഡിയോസോ അല്ലെ അവനെ എൻ്റെ കണ്ണുകൊണ്ട് കാണാതോ ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരില്ല. ഈ ചാനൽ ഇന്നത്തോടെ നിർത്തുകയാണ്. അതിനുവേണ്ടി ഞാൻ പറയാൻ വന്നതാണ്. ഇനി ആരും കമൻ്റ് ഇട്ടാരും സങ്കടപ്പെടേണ്ട. എല്ലാവർക്കും സങ്കടമെന്ന് എനിക്കറിയാം, സങ്കടം കൊണ്ടായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ ഡോഗുകളോടൊന്നും പ്രത്യേകിച്ച് വലിയ താല്പര്യം. ഇവിടെ ഒരു അപ്പുണ്ട്, അവന് ഭക്ഷണം കൊടുക്കുക, അവനെ സ്നേഹിക്കുക. അവൻ്റെ ഇപ്പോഴും ഭയങ്കര സ്നേഹം. അവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ സ്നേഹം അവന് ഇപ്പോഴും. എവിടെയെങ്കിലും ഞങ്ങളുടെ വണ്ടിയുടെ ഊണ് കേൾക്കുമ്പോഴും ഓടി വന്ന് അവിടെ നിൽക്കും.
അതുപോലെ എനിക്ക് അവനെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പോയി കഴിയുമ്പോൾ അവൻ്റെ അവസ്ഥ അടുത്തൊരു വീടുണ്ട്, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയെന്ന് പറഞ്ഞാലും നീ അവൻ ഒരു നേരത്തെ ഭക്ഷണം മതി, അവന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോഗുകളോട് അത്ര വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ലൂക്കാച്ചിനെ ഇവിടെ കൊണ്ടുവന്നു, മോൻ നോക്കിക്കോളാം, അമ്മ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് അവനെ കൊണ്ടുവന്നതിന് ശേഷം നോക്കലൊന്നും ഇല്ലാതായി. പിന്നെ നമ്മൾ സ്നേഹിച്ച് വളർത്തി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അവൻ്റെ ആ കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് അവനില്ലാതെ പറ്റും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടമാണ് ലൂക്കായി, അതുപോലെ ലൂബിച്ചിനെയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു വീട്ടിൽ 2 ഡോഗിനെ നോക്കുന്ന എല്ലാവരും പറയുന്നത് 4-5 ഡോഗിനെ നോക്കുന്നുണ്ട്, അവരുടെ സാഹചര്യം അനുസരിച്ചാണ് അവർ നോക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പം അവിടെ ഇപ്പം തന്നെ ഒത്തിരി വീടുകൾ അവൻ കാണുമ്പം സൗകര്യം കൂടിയ വീടുകൾ കാണുമ്പോൾ ചിലപ്പം ഡോഗ് പെറ്റ് അലൗഡ് അല്ലാത്ത വീടുകളുണ്ട്. പിന്നെ അങ്ങനെ നോക്കി ഒരു വീട് അവൻ കണ്ടുപിടിച്ചു, അഡ്വാൻസും കൊടുത്തു, എഗ്രിമെൻറ്റ് എഴുതി. അപ്പോൾ അടുത്ത ഈ മാസം ലാസ്റ്റത്തേന് പോകാനായിട്ട് തീരുമാനിച്ചിരുന്നു. ലൂക്കായെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് അവർക്കറിയാം. അവൻ്റെ ഡോഗ് അലൗഡായിട്ടുള്ളൊരു വീടാണ്. ഏകദേശം 24 മണിക്കൂർ അവനകത്ത് ജീവിക്കാനേ പറ്റുള്ളൂ. വെളിയിൽ പിന്നെ ജോഗിങ്ങൊക്കെ കൊണ്ടുപോകായിരിക്കും. പോകുമ്പോൾ നടക്കാനൊക്കെ കൊണ്ടുപോകില്ല. അവിടെ ഉണ്ടല്ലോ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മുകളിലും താഴെയൊക്കെ ഹസ്കി അങ്ങനത്തെ ഡോഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ ലൂബിച്ചിൻ്റെ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത്. ലൂബിച്ചിൻ്റെ കാര്യം ഞാൻ പറയും, ലൂബിച്ചൻ സുരക്ഷിതമാണെന്നാണ് എപ്പോഴും എന്നോട് പറയുന്നത്. ഒരു ഫോട്ടോ അയച്ചു തരാൻ പറയുമ്പം അമ്മ എന്തിനാണ് യൂട്യൂബിൽ കാണുന്ന എല്ലാവരുടെയും ഇതിന് മറുപടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ചേച്ചി വീഡിയോ ഇട്ടിട്ടേ പോകൂ, അങ്ങനെയാണ് യൂട്യൂബിന് അൽഗോരിതം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതല്ലല്ലോ, നിങ്ങളാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഓരോ കമൻറ്റിന് ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കമൻറ്റിന് മറുപടി കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സായിട്ട് ഇത്രയും വളർന്നത്. നിങ്ങൾ എൻ്റെ സഹോദരങ്ങളൊരു കൂടപ്പുറപ്പായൊരു ഇത് എന്താ പറയുന്നത്, ഒരു കുടുംബം പോലെയാണ് നിങ്ങൾ എന്നെ സ്നേഹിച്ചത്. എൻ്റെ കുടുംബത്തെ എല്ലാം നിങ്ങൾ അതുപോലെയാണ് സ്നേഹിച്ചത്. അപ്പം അങ്ങനെ സ്നേഹിച്ച ആൾക്കാർ തന്നെ ഇങ്ങനെ ബാഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സങ്കടമാണ്. അപ്പം നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന നിങ്ങൾ എന്നെ വളർത്തിക്കൊണ്ട് വന്ന് എൻ്റെ ലുക്കാച്ചിനെ എന്നെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് നിങ്ങളാണ്. അപ്പം 1-2 പേർക്കൊക്കെ മിക്കവാറും ഒരുവിധമൊക്കെ എന്നെ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നവർക്കൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം എന്താ പറയുക, ഇനി ഞാൻ ലൂബിച്ചിനെ അവൻ്റെ വിവരങ്ങൾ ഇങ്ങനെ നേരിട്ടറിയാതെ ആരെങ്കിലും പറഞ്ഞല്ല, ഇപ്പം മക്കളോ ആരെങ്കിലും പറഞ്ഞല്ല, നേരിട്ട് അവൻ്റെ വിവരങ്ങൾ അറിയാതെയോ കാണാതെയോ ഞാനിനിയും ഈ ചാനലുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. മുണ്ടത്താനം ലൂക്കാച്ചൻ എന്ന ചാനൽ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ലൂബിച്ചിനെ എന്ന് കാണുന്നു അന്ന് ഞാനിനി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയുള്ളൂ. അപ്പോഴത്തെ എനിക്കറിയത്തില്ല എങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അതിൽ ഞാൻ പറയാൻ തരും, ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ കരയുമല്ലോ, കരയുന്നത് നമുക്ക് വിഷമം കൊണ്ടാണ് നമ്മൾ കരയുന്നത്. അപ്പോൾ അത് ഇവിടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകും. ചുമ്മാ കരഞ്ഞ് വിളിച്ച് വീഡിയോ എടുത്തു. എന്നാലും വഴിയോടെ ലൂക്കാച്ചിനെ കാണാൻ ഇപ്പം ഞാൻ വഴിയോടെ കരഞ്ഞുകൊണ്ട് പോയില്ലേ, അതൊരു വിഷയമായി. അവർക്കൊക്കെ നാണക്കേടായിരിക്കും, അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ ലൂക്കാച്ചൻ വന്നോടുകൂടി ഞാൻ ഇത്രയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനും എടുക്കാനും ഒക്കെ ഇനിയിപ്പോൾ ഞാൻ ഏത് സദസ്സിൽ വേണമെങ്കിലും സംസാരിക്കും. തിരിച്ച് അത്രത്തോളം ഞാൻ ഒരു ഇതായിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സംസാരിച്ച്. പക്ഷേ ഇവരുടെ ആരുടെയും മുമ്പിൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല. ഇവരൊക്കെ കളിയാക്കും. ഇവരുടെ മുമ്പിൽ സംസാരിച്ചാൽ വേറെ ഏത് സദസ്സിലും സംസാരിക്കാനുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട് എനിക്ക്. അതെനിക്ക് നിങ്ങളും നമ്മുടെ ലൂക്കാച്ചിനുമാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ മുണ്ടത്താനം ലൂക്കാച്ചൻ എന്ന ചാനൽ ഇന്ന് ഈ നിമിഷം ഇവിടെ ക്ലോസ് ആവുകയാണ്. ലൂബിച്ചിൻ്റെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ അവൻ്റെ വീഡിയോയായിട്ട് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയുള്ളൂ. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് കള്ളത്തരവോ മിസ്റ്റേക്കോ ഇവിടുന്ന് പറയുന്നതനുസരിച്ചാണ് ഞാനിങ്ങനെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിൽ എപ്പോഴും ലൂബിച്ചിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാകുമ്പം ബഹളം ഉണ്ടാക്കാറുണ്ട്. ഈ പട്ടിയുടെ പ്രശ്നം പറഞ്ഞാണല്ലോ ഈ വീട്ടിൽ എപ്പോഴും വഴക്കെന്ന് പറഞ്ഞ് എപ്പോഴും വഴക്ക്. അതുകൊണ്ട് ഞാൻ എല്ലാം നിർത്തിയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം അവൻ അവിടെ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എനിക്ക്. മോനോട് ചോദിക്കുമ്പോഴും മോൻ പറഞ്ഞാൽ അമ്മ കുഴപ്പമൊന്നുമില്ല, അവൻ സുഖമായിട്ടിരുന്നു ഇങ്ങനെ പറയുന്നത്. അമ്മ എല്ലാവരെയും കമൻറ്റിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കേണ്ട. അമ്മ ലൂക്കാച്ചിൻ്റെ വീഡിയോയും കൊണ്ട് തുടങ്ങിയ ചാനലല്ലേ, അപ്പോൾ ലൂക്കാച്ചിൻ്റെ വീഡിയോ ഇട്ടിട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പന്തികേട് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും ലൂബിച്ചിനെ കാണാതെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരില്ല. അപ്പം എല്ലാ കൂടപ്പിറപ്പുകളും എന്നെ ഇത്രത്തോളം വളർത്തിയ എല്ലാ ആൾക്കാർക്കും
ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കാരണം എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് എന്താ പറയുന്നത് ഞാനത് എനിക്കറിയത്തില്ല പറയാനൊന്നും. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ചാനൽ ഇവിടെ കൂടെ ക്ലോസ് ആകുന്നു. ലൂക്കായെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും എല്ലാവർക്കും അല്ലേ. ഇനിയും ലൂക്കായെ ഞാൻ കാണിക്കുന്നില്ല. ലൂക്കായെക്കാട്ടി എല്ലാവർക്കും ഇഷ്ടം ലൂബിച്ചയായിരുന്നു. അവൻ പൊടിക്കുഞ്ഞായിട്ട് വന്നതല്ലേ. ലൂക്കായെ ഇഷ്ടമുണ്ട് എല്ലാവർക്കും എനിക്കറിയാം. ലൂബിച്ചിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ ഈ ചാനൽ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ഒന്നും തോന്നരുത് എന്നോട്. സങ്കടം കാണും എല്ലാവർക്കും. പക്ഷേ യൂട്യൂബ് ഞാൻ കളയുന്നില്ല. യൂട്യൂബ് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അത് യൂട്യൂബ് കാണുന്നില്ല. വീഡിയോയിൽ ഇതുകൂടെ നിർത്തുകയാണ്. പിന്നെ ലൂബിച്ചിൻ്റെ പേര് അറിഞ്ഞതിന് ശേഷം ലൂബിച്ചിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരത്തുള്ളൂ. അതൊരു വാക്കാണ്. അപ്പോൾ എല്ലാവരും ഇനിയിപ്പം കമൻറ്റ് തരും, ചേച്ചി വരണം എന്നൊരു ബഹളം വെക്കും. ലൂക്കായെ കാണാതിരിക്കാൻ പറ്റാത്ത ചിലരുണ്ട്. അപ്പോൾ അതെന്താ എനിക്ക് ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. നിങ്ങളുടെ പേഴ്സണൽ നമ്പർ തരുവാണെങ്കിൽ അതിലേക്ക് ഞാൻ വാട്സപ്പിൽ ലൂക്കാച്ചിന് ഫോട്ടോകളും വീഡിയോകളും ഇട്ട് തരാം. അല്ലാതെ ഇനിയും ലൂബിച്ചിനില്ലാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ബന്ധുക്കളെന്നൊക്കെ പറഞ്ഞ് ആൻറ്റി ചേച്ചി ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ആദ്യം ഏറ്റവും കൂടുതൽ എനിക്ക് നല്ല കമൻറ്റുകൾ തന്നുകൊണ്ട് നോട്ടിഫിക്കേഷൻ യൂട്യൂബിൽ വന്ന ഏറ്റവും കൂടുതൽ കമൻറ്റ് തരുന്ന ബന്ധുക്കളാണ്. ശരിയാണ്. മൃഗസ്നേഹികളെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സ്നേഹമാണ്. അപ്പോൾ അതിപ്പം മൃഗങ്ങളെ സ്നേഹിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കറിയില്ലത്. അതുകൊണ്ട് ഇനി ലൂബിച്ചനുമായിട്ട് വരുന്നിടം വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു കാര്യം നിരന്തരമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് കഴിയുമ്പോൾ നടക്കുമെന്നാണ് ഇപ്പം എനിക്ക് വിശ്വാസം. അറിയില്ല എത്രത്തോളം വിജയിക്കുമെന്ന്. എങ്കിലും ഞാൻ ലൂബിച്ചിനെ കാണുന്നത് വരെ ഇനിയും വീഡിയോ എടുത്തില്ല. മുണ്ടത്താനും ലൂക്കാച്ചിനും ഇവിടം കൊണ്ട് തൽക്കാലത്തേന് ലൂബിച്ചിനെ കാണുന്നിടത്തും വരെ അവനെ എന്ന് കാണാൻ പറ്റും. അവൻ്റെ വിവരങ്ങൾ എപ്പോഴും അറിയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ജെന്യുവിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവനെ കണ്ടതിന് ശേഷം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരുന്നതായിരിക്കും. അപ്പം ഗുഡ് ബൈ.